ഞാൻ ഈ ചെറുത്തേക്ക് വരുമ്പോ 5 പേജ് എത്തേലും തരാൻ വേണ്ടിക്കാണ്ട് ശക്തി കൂടുന്നു. അതെ ചന്തി കൂടുന്നോ? നിങ്ങൾക്ക് ഇന്നലെ തൊട്ട് മോതൊക്കെ തരാൻ നോക്കിയത് കേട്ടോ. ശക്തി കൂടുന്നാ പറഞ്ഞത്. ഞാൻ ചന്തി എന്ത് അഭിമാനം പണയം വെച്ച് കാണുന്ന നിക്കരുത്. അഭിമാനം പണയം വെച്ച് ക്യാമറ വെറുതെ തെരിഞ്ഞ വെറുതെ നടന്നു വാങ്ങിക്കാട്ടോ 10 രൂപയിലെ മാസം. ഞങ്ങള് പിന്നെ ഇങ്ങനെ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുത്തച്ചു കഴിച്ചിട്ടു പിന്നെ ഇട്ടു. എന്താണ് ഈ ഒരവസരത്തിൽ പുകാൻ പോകുക? ഈ ഒരവസരത്തിൽ പുകാൻ പോകുന്ന വല്യമ്മേ നല്ലൊക്കെ എടുത്ത ഇരിപ്പിടം കണ്ടില്ല നിങ്ങള്? അതേപോലെ കുഞ്ഞോക്ക് ചാരാനൊക്കെ സാധനം ഒക്കെ ബസ് സ്റ്റോപ്പിൽ നിന്ന് എടുത്താട്ടോ. അങ്ങനെ ഗായ്സ് ഇന്നത്തെ നമ്മളെ വ്ലോഗ് തുടങ്ങുന്നത് വിത്ത് ഇബ്രാഹിം ലോധി അല്ല ഇബ്രാഹിമേ? ഇന്ന് ഇബ്രാഹിമിന്റെ കൂടെ കേട്ടെ നമ്മളെ വ്ലോഗ്. ഇബ്രാഹിം എന്താ എന്റെ പരിപാടി? ഇന്ന് നമ്മളെ പ്ലാൻ എന്താ? അതാണോ പ്ലാന്? അങ്ങനെ പിടിച്ചൊന്നും വേണ്ട, സാധാ പോലെ പറഞ്ഞ അത് കേക്കും. ഊട്ടിക്ക് ടൂർ പോവാണ് അല്ലേ? അപ്പൊ ഗൈസ് അപ്പൊ അങ്ങനെ ഇന്ന് നമ്മൾ ഊട്ടിക്ക് ട്രിപ്പ് പോകാനുള്ള പരിപാടിയാണ്. അപ്പൊ ആരൊക്കെ പോയെന്ന് വെച്ചാല് കുഞ്ഞോളുണ്ട്, പിന്നെ ആരാ? ഏതാ കുട്ടികള്? ഏത് കുട്ടികള്? നിങ്ങളും ഞങ്ങളും കുട്ടി മറ്റോലും ഉണ്ട്. എന്തേനു താരിങ്ങനെ വളർത്തൂലേ? നൗഷാദ് കാക്കോ? മാൻ കാക്കോ? എന്നാ ഓലൊന്നുമില്ല, ഓൽക്കൊന്നും വരാൻ പറ്റൂല. അപ്പൊ ഗൈസ് അങ്ങനെ നമ്മളിപ്പോ ഇന്നത്തെ ട്രിപ്പ് ശരിക്കും ഞാന് മാന് മോണിറ്റി വ്ളോഗർ ഇവരെല്ലാരും പാടെ കൂടിയിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷെ അത് എന്ത് ചെയ്തിട്ടില്ല, നടന്നിട്ടില്ല. ഓല് കുറച്ച് പ്രശ്നങ്ങൾ കൊണ്ട് ഓനക്ക് വരാൻ പറ്റിയില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മളെ പ്ലാൻ എന്താ വെച്ചാൽ നമ്മളെ ട്രിപ്പ് നമ്മൾ ക്യാൻസൽ ചെയ്തിട്ടില്ല. കാരണം ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, വണ്ടിയും ഇതൊക്കെ റെഡിയാക്കിന് അല്ലേ? അപ്പം ഞാനും ഇബ്രാഹിമും ഇന്ന് ട്രിപ്പ് പോവാണ് ഊട്ടിയിലേക്ക്. നമ്മളുണ്ടാവും ഒറ്റക്ക്. അപ്പം ഞാനും ഇബ്രു ഒറ്റക്ക് പോവാണ് ഗൈസ്, തറവാട്ടിക്ക് പോവാണ് ഇപ്പോൾ. എന്നിട്ട് തറവാട്ടിൽ നിന്ന് ഞങ്ങൾ പൈച്ചുണ്ട്, ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കുഞ്ഞോള്. കാരണം ഉപ്പൊന്നുമില്ല, ഉള്ളിയില്ല, ഉപ്പില്ല, ഉള്ളിയില്ല പെരയില്. അപ്പോൾ ഓക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഫോൺ വേണം. ഫോണിൻ്റെ ടച്ചും പോയിക്കണേ പൈച്ചിട്ട് കാഞ്ഞ. അപ്പോൾ ചിക്കൻ വെക്കാൻ ഇനി നേരമില്ല, കാരണം വിശക്കുണ്ട്. പിന്നെ ഊട്ടിക്ക് പോകണം. ഊട്ടിക്ക് പോകണം. ഇപ്പം ഇമ്മ ഉണ്ട് ഊട്ടിക്ക്, പിന്നെ ചിഞ്ചുണ്ട്, അനുണ്ട്, ഇനായുണ്ട്, വല്യമ്മ ഉണ്ട്, ഇപ്പപ്പുണ്ട്, ഉമ്മമ്മ ഉണ്ട്. അപ്പം അങ്ങനെയാണ് നമ്മൾ ട്രിപ്പ് പോകണത് കേട്ടോ. ഓക്കെ അല്ലേ? ഒരു പോരെ? സെറ്റല്ലേ? അങ്ങനെ ഗൈസ് നമ്മൾ തറവാട്ടിൽ എത്തിയിരിക്കുകയാണ്. ഇബ്രാഹിം എന്ന എക്സാമിന് വരെ പോവാതെ കേട്ടോ നാളെ ഊട്ടിക്ക് പോരുന്നത് അല്ലേ? നാളെ എനിക്ക് പരീക്ഷ അല്ലേ? നാളെ പരീക്ഷ അല്ലോ കണ്ടോ? ഉറപ്പിച്ചോ? അതെന്താ എനിക്ക് പരീക്ഷ വേറൊരു ദിവസം എഴുതിയാൽ മതിയല്ലോ. ഇതെന്തിനാ കല്ലുണ്ടെന്നിട്ടേ? മതിലൊക്കെ ഓൾറെഡി കെട്ടിയതല്ലേ. എവിടെ അല്ല എന്തിനാ കല്ലുണ്ടെന്ന് വെച്ചിക്കണേ? മേലക്ക് എടുക്കണ്ടോ? ഒരു റൂമോ? ഹാള് മാറ്റി തന്ന പിന്നെ ഹാളാണ്ട് ആക്കിയാ പോരെ. എന്താ അവിടെ കൂട്ടാന്? എന്താണ്? കക്കർച്ചിയോ?
വേറെന്തള്ളേ? പേര് പേരുണ്ട്. ഊട്ടിക്കുണ്ടോ? പിന്നെ ഊട്ടിക്ക് ട്രിപ്പ് പോകണ്ടോ? കാറ്റുപേരുണ്ട്, എന്നാലേ ചോറുണ്ട്, പിന്നെ എന്താണ് മാങ്ങ ഇട്ടതുണ്ട്. ശിവമാമങ്ങൾ ഊട്ടിക്കുണ്ടോ? എന്നാക്കെ കുറച്ച് തന്നാ. അപ്പൊ ഗൈസ് ഇവിടെ ഒരാൾ നോക്കുകയാണെങ്കിൽ ഇവിടെ എത്ര ലൈറ്റ് ഉള്ളൂ? ഒരു ലൈറ്റ് കൂടി ഉണ്ട് ഇങ്ങനെ കത്തൂല. അപ്പൊ ഗൈസ് ഇതാക്കണ ചിഞ്ചുണ്ട് ഇവിടെ ഒരു മൂലക്ക ഭക്ഷണം കഴിക്കണേ. അതായത് ഓള് പിന്നെ ഒച്ചുണ്ടാക്കാതെ ചോറുന്നു. എന്തൊക്കെയാണ് കൂട്ടാൻ സ്പെഷ്യല്? ചിക്കനും ക്യാരറ്റ് ഉപ്പേരി അല്ലേ? അല്ല നിങ്ങൾ പോരുന്നില്ലേ? അതിന് എവിടെ എത്തിക്കണേ? 12 മണിക്കാ പോണത് ഇവിടുന്ന്. ഇവിടുന്ന് 12 മണിക്കാ പോണത്. പല പല കളറത്തിന് ലൈറ്റ്. ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോളേ ഇവിടെ നിക്കുമ്പോ ചില ദിവസം ഇതൊക്കെ ഇട്ട് പ്രാതകളിയല്ല DJ ഈ ലൈറ്റൊക്കെ ഓഫാക്കി വാതിലും ഇതൊക്കെ അടിച്ച് ലൈറ്റോടും പാട്ടും ഇട്ട് ഇങ്ങനെ കളിച്ചു. എന്ത് ജള കളിയാക്കിയോ? അവളിപ്പോ പുഷ്പിയില് ഇപ്പം നടക്കണ ഇങ്ങനെ 1.5 കാലായിട്ട്. വല്യമാനോട് പറഞ്ഞോ ടൂർ പോണേ? എന്താ പറഞ്ഞേ? സെറ്റല്ലേ? അല്ല നേരല്ല. ഇതെന്താ ചിക്കനോ? ഇത് ഉപ്പേരിയോ? എന്നത് പിടിച്ച അടക്കുന്ന അഭിപ്രായം. അന്നതിനാട്ടോ കൊണ്ടു നിൽക്കണേ? വേണ്ട വേണ്ട ഉപ്പേരി ഉണ്ടല്ലോ. വേണ്ട 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 ഉപ്പേരി ഉണ്ടല്ലോ. ഞങ്ങൾ പോയിട്ടോ. ആ എന്ത് എന്ത് ചെണ്ടങ്ങളെ നിങ്ങൾ പറഞ്ഞാൽ മതി. ഇങ്ങനെ കയ്യാട്ടുന്നതിനാണ് വണ്ടി ഏൽപ്പിച്ചേക്കാണ്. പിന്നെ അതല്ല ഏതല്ല തലമിന്നലാണ്. ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആക്കി. അപ്പൊ മാനും അപ്പൊ അതുകൊണ്ട് ഉണ്ടാവൂലേ? പിന്നെ ഞാനും മാനും പോയപ്പോ മോനത്തിന് ഇടങ്ങാറാവില്ല. അപ്പൊ പിന്നെ വണ്ടി ഏതായാലും ഏൽപ്പിച്ചതുകൊണ്ട് പോകാൻ നിൽക്കാനും പറ്റൂലേ കാലല്ലേ? അപ്പൊ ഇവിടെ റൂമൊക്കെ ഏൽപ്പിക്കണം. റൂം ഏൽപ്പിച്ചിക്കണം. അവിടെ റിസോർട്ടുണ്ടോ? നമ്മൾ ആദ്യം നിന്നോട്ടാ. ആയിക്കോട്ടെ കേട്ടോ. എപ്പോഴാണ് വണ്ടി വരിക? 1:30 ആകുമ്പോഴത്തേന് വണ്ടി 2:30 ആകുമ്പോഴത്തേന് എത്തും. പിന്നെ ഡ്രൈവർ ഉണ്ടോ? ഡ്രൈവറാണില്ലേ? അതല്ല ഡ്രൈവർ വണ്ടി ഏൽപ്പിച്ചിക്കണ ഡ്രൈവർ ഇല്ലാതെ അതിപ്പോ മറിച്ചോല. ഞാനൊരു കാര്യം പറയട്ടെ. അന്നെ എന്തിനാ കൊണ്ടുവന്നിക്കണേ? ഒന്ന് വാങ്ങി പൊടിച്ചടാ. അപ്പൊ പിന്നെ എന്തിനാണ് ഓനെ? ഇതെന്തോ ഒരു അടുപ്പ് ലൂസ് ആയിക്കണ താഴ്ത്തത്. നാസിന് ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല. പോരുന്നുണ്ടോ? ഫോൺ വിളിച്ചിട്ട് കിട്ടണില്ല. കിട്ടിയാലല്ലേ പോരന്റെ തീരുമാനിച്ച. ഓൻ പെരിന്തൽമണ്ണക്ക് കണ്ടോ പോയിക്കണ. തന്നെ അപ്പൊ സ്കൂൾ പോയിട്ടില്ലെന്ന്? ആയിക്കോട്ടെ കേട്ടോ. ഞങ്ങൾ പോട്ടോ. പോയല്ലേ ഇബ്രാഹിമേ? പിന്നെ ഞങ്ങൾ പോയാലോ? അതിന് ഞാൻ പറഞ്ഞു ഞാൻ കുട്ടി ചൂരവേദനയാണ്. അതല്ല നീ അപ്പൊ ഞാൻ ഇല്ലെങ്കിലോ ഇപ്പാക്കും ഞാൻ വേണം, വല്യമ്മാക്കും ഞാൻ വേണം. അതിന് വല്യമ്മാക്ക് ഉപ്പാക്ക് പോരാ നല്ല കമ്പുണ്ട്. വല്യമ്മാക്കും വല്യമ്മാനും കൊണ്ടോണ്ടേ. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഞാൻ പോരാ. നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിങ്ങാണ്ട് ഇങ്ങനെ നിർത്തിയൊക്കെ പോയാൽ മതി കേട്ടോ. മനക്ക് എഴുതിങ്ങാണ്ട് ഭേദമുണ്ട്, മാറ്റമുണ്ട്. ഇന്നലെയും മിഞ്ഞാന്നൊക്കെ ഗുളി കുറച്ചിട്ട് മാറ്റമുണ്ട്.
ഇഞ്ച കുട്ടി ആദ്യം കണ്ടൊക്കെ ഇവന് അബ്രു ഊട്ടിക്ക് പോകുകയാണെങ്കിൽ ഇമ്മമ്മ എന്തായാലും പോരണം. അതിലാണ് പിന്നെ കുട്ടിയാൾക്ക് ആഗ്രഹം ഉണ്ടായിട്ട് തരില്ലല്ലോ. അതെന്തായാലും നല്ലവർക്കും കൂട്ടുകാരന്മാർക്കും അങ്ങനെ പോകുകയാണെങ്കിൽ ഞാൻ ഓലോട് പറഞ്ഞല്ലോ ഓല് പോയിക്കോട്ടെ. എവിടെ അന്ന് ഊരവേദന ഒന്നുമില്ല. കുറച്ച് ദിവസമായില്ലേ ആ ഊട്ടിക്ക് പോകണം അതിലേ. ഇപ്പൊ ഇത് വെച്ചു ഇന്നലെ ഇന്നും പിന്നെ മിഞ്ഞാന്നൊക്കെ തന്നോ. നിങ്ങളെ ഈ ഊട്ടിന്റെ ഇതൊന്നും ഇവലോടും പറഞ്ഞിട്ടില്ല, ഇതായിട്ടില്ലല്ലോ. അമ്മമ്മ നമ്മളെന്നാ ഊട്ടിക്ക് പോണേ. പക്ഷെ ഇത് അറിഞ്ഞപ്പോ സോനുല്ലോ സോനുവിന്റെ ഫോണിക്ക് പൈസ കയറ്റിയാ അല്ല, അത് സ്വിച്ച് ഓഫ് ആയിട്ടല്ല, ഓന്റെ ഫോണില് പൈസ ഇല്ലാഞ്ഞിട്ടാണ്. അങ്ങോട്ട് കോള് പോവില്ല. എയർടെല്ലാണോ അല്ലത്. ഞങ്ങൾ പോട്ടോ. ഞാൻ ഈ ചെറുത്തേക്ക് വരുമ്പോ 5 പേജ് എത്തേലും തരാൻ വേണ്ടിക്കാണ്ട് അതല്ലേ കൈക്കോട്ടാക്കിയാല് അതല്ല ഇത് തരാനെന്നല്ല. അന്നമാതിരി ഇഞ്ച തട്ട ശരിയല്ലേറ്റോ ഒക്കെ ഇങ്ങനെ വരുമ്പോ അതാ തോന്നുന്നത്. അതാ ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഇതാക്കണതേ. ഇതിന്റെ ഒരു ഓർമ്മയില്ല. വണ്ടി വന്നാലും വണ്ടി കൊണ്ടുവന്നാലും പിന്നെ ഡ്രൈവറൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അതിനനുസരിച്ച് പോയാൽ മതിയല്ലേ. എന്തപ്പോ നിങ്ങൾക്ക് പോരാൻ താല്പര്യല്ലേ? ആ അതൊന്നുമില്ല. അതെഴുതിയാണ്ട് നേരത്തെ പോകണം. നാളെ 2 ഉച്ചയാകുമ്പോഴത്തേനും അവിടെ നിന്ന് ഇറങ്ങി കൊടുക്കണ്ട്. അല്ലാതെ നട്ടപ്പായർക്ക് പോയിട്ടെത്ത ഊട്ടിയിൽ ഗൈസ് വണ്ടി റെൻറ്റിനെടുത്ത് പോവല്ലേ. ഞാൻ എല്ലാവരും പാടെ ഉണ്ടായിക്കോട്ടെ എഴുതിയിട്ടാണ്. അല്ലേ പിന്നെ 2 വണ്ടി പോകണ്ടല്ലോ എഴുതിയിട്ടാണ് റെൻറ്റിനെടുത്ത്. അപ്പം ഗൈസ് എന്ത് അത് വാങ്ങാം. അതൊക്കെ ഓനിഷ്ടം അങ്ങനെ പിടിച്ചിരുന്നത്. പിന്നെ കുട്ടികളൊക്കെ ചെറുപ്പം മുതൽ തന്നെ അധ്വാനിച്ച് ശീലിക്കണം. അല്ല എല്ലാം ഓൽക്ക് ഇങ്ങനെ ഈസിയാക്കി കൊടുക്കാൻ പാടില്ല. കാരണം ഓനൊക്കെ പറഞ്ഞാൽ വരും തലമുറക്ക് മാതൃക ആവേണ്ട കുട്ടിയാണ്. അല്ല ഇബ്രാഹിമേ? എനിക്കങ്ങനെ പിടിച്ചിട്ട് അടങ്ങാറുണ്ടോ? ഇല്ലല്ലോ. ആ അതെ, ചന്തി കൂടുന്നോ? ഞാൻ ചന്തി കേട്ടതേ. അതിന്റെ പ്രശ്നമാണോ? എനിക്ക് തൊള്ളിന്നില്ലാതെ അല്ല, ഞാൻ ഷർട്ട് കൂടുന്നാണ്. പക്ഷെ ഞാൻ കേട്ട് ചന്തി കൂടുന്ന അതിങ്ങളെ ചെവിക്കിലെ പ്രശ്നമാണ്. ഇവൻ അങ്ങനത്തെ വാക്കൊന്നും പറയണ ഇഷ്ടല്ല. ഇല്ലല്ലോ. എന്താ അങ്ങനത്തെ വാക്ക് പറഞ്ഞങ്ങള് പിന്നെ കണ്ണോർക്കുമ്പോഴത്തിലുണ്ടാവും. എന്നിട്ട് തൊപ്പിന്റെ ലൈവിലൊക്കെ എപ്പോഴും അങ്ങനത്തെ വർത്താനേക്കാരല്ലോ. തൊപ്പിന്റെ വീഡിയോയിലൊക്കെ എപ്പോഴും അങ്ങനത്തെ വർത്താനേക്കാരല്ലോ. തൊപ്പിയല്ലേ? തൊപ്പിക്ക് എന്തല്ലായിട്ടാ? നിങ്ങളങ്ങനെ പറയരുത്. ഓക്കെ, സോറി. ഞാനങ്ങനെ പറയുമ്പോ അതൊക്കെ ഇത് പറയും. എന്താ മറ്റേ 3 ചൊല്ലില്ല. എന്താണ് പറഞ്ഞോളി. ആ ഇതെവിടുന്ന ടയറ്? അവിടെ ടയറ് പൊട്ടി നിക്കണേ. ഞങ്ങളാണ് അങ്ങോട്ട് ശാന്തിക്ക് ആയിക്കൊടുത്ത്. ആ നിങ്ങളെ എം ഫോണിലോ മൈ ഫോണില്? ഓള് ടയറ് പൊട്ടിയപ്പോ ഞങ്ങൾ പടക്കം പൊട്ടിച്ചാണ് എഴുതിയിട്ട് ഞങ്ങളൊക്കെ അവിടെ വണ്ടിൻ്റെ അടുത്ത് എത്തി. ഞങ്ങള് അത് തിരഞ്ഞെടുക്കള് നേരെ പോവാ. അങ്ങോട്ടില്ല റോഡ്, ആ റോഡിന് കുറച്ചുകൂടെ പോവാ. അവിടെ പോയാൽ ഇജ്ജ് ശാന്തി ഹെൽമെറ്റ് ഇട്ടിട്ട് അറിയണ്ടേ. നമ്മളവിടെ ചെക്കന്മാർ ഇരിക്കുന്ന ഒരു ഷെഡില്ലേ, അതിന് നേരെ ഓപ്പോസിറ്റ് ഉണ്ടാവും. ആ എന്താ അങ്ങനെ പോണു. ഞങ്ങളിങ്ങനെ ഇജ്ജിഞ്ഞോടെ തന്നെ വന്നുകാണ്ട് ആൾക്കാർ വന്നുകാണ്ടേ
ഈ യൂട്യൂബർ അൻഷിഫ് മുനിക്കലിൻ്റെ വീട് ഏതാണ്? ആരോടാ ചോദിച്ചത്? അപ്പം ഞങ്ങൾ ഇന്ന് അവിടെ ഒരു പെണ്ണിൻ്റെ ടയർ പൊട്ടിക്കാണ്ടേ കുടുങ്ങീനി. അപ്പം ഞങ്ങൾ ആ പെണ്ണിനെ അവിടേക്ക് ആയിക്കൊടുത്തീനി ശാന്തിക്ക്. എന്നിട്ട് ആ വണ്ടി അവിടെ ഏൽപ്പിച്ചിനി. അപ്പോൾ ഓള് പറഞ്ഞത് യൂട്യൂബർ അൻഷിഫ് മുനിക്കലൊക്കെയാണ് എന്നെ സഹായിച്ചത് ഇറങ്ങണേ. നമ്മൾ റോട്ടിൽ കൊടുക്കുന്ന ആൾക്കാരെ നമ്മൾ സഹായിക്കൂലേ? എന്നിട്ട് അങ്ങനെ സഹായിച്ചപ്പോൾ ടയർ മാറ്റാൻ വന്നതാണ്. ആ വണ്ടി അവിടെ ചോദിച്ചാണ്ടേ. എന്തായാലും ഇപ്പച്ചിൻ്റെ ഓരോ നന്മകളിലേ അല്ലേ? ഐ ലവ് യു ഇപ്പച്ചി. എനിക്ക് ആണോ? ഞാൻ പിടിച്ചണോ? ഞാൻ പിടിച്ചോ കുഴങ്ങിക്കണമെങ്കിൽ? എന്തിന് ഞാൻ പിടിച്ച ഒക്കെ പാടച്ച് പിടിച്ച് കുഴങ്ങണ്ട. പെരയിലെത്തിയിട്ടാ പിടിച്ചണതേ. ഏതായാലും നിങ്ങളായതായാലും ഇവിടെ എത്തിയപ്പോ എല്ലാ ഐഡിയ മാറ്റിയേക്കല്ലേ. നിങ്ങളെന്നെ അങ്ങനെ എന്തെടുക്കാന് കൊണ്ട അപ്പൊ പിന്നെ ഇജ്ജെന്തിനാ അതിനെടുക്കാനല്ലേ? ബ്രാ അടി ഒരു തുണി എടുത്താൽ മതി കേട്ടോ. ഒരു തുണി എടുത്തോ ഗായ്സ്. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഊട്ടിയിലേക്ക് പോവുകയാണല്ലോ. ആരൊക്കെയാണ് പോരുന്നത്? അവിടെ ഐഷുമ്മയും ടീമും ദേഷ്യത്തിലാണല്ലോ, നേരം വൈകിയതിന്റെ പേരിൽ. അല്ലേടാ? അല്ലേ? ഇവിടെ കൊള്ളു നോക്ക്. ഇവിടെ ചെരുപ്പ് ഇടുന്നതിന് മുന്നേ ചെരുപ്പ് കണ്ടു. ഇവിടെ കൊള്ളു. അതല്ല ലഗേജ് ഉണ്ടാവില്ല. ഉണ്ടാവും, പക്ഷെ ഇതിപ്പോ ഊരിക്കാൻ പറ്റില്ല. ഇതെന്താ ഈ സാധനം? അതുപോലെ സ്പീക്കറാണ്. ഇത് കൊള്ളോ? അടച്ച മറന്ന സെറ്റായി. നിങ്ങൾ കയറിക്കണി പോവാ. എടാ ഇബ്രാഹിമേ കയറിക്കണി. അപ്പൊ കേസാണ് ഞങ്ങൾ ഇനി തറവാട്ടിക്ക് പോണ്. അവിടെ ഊട്ടിക്ക് പോകാൻ വേണ്ടിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ചാവി എവിടെ കാറിന്റെ? അപ്പൊ ഗൈസ് വണ്ടിന്റെ ചാവി ഇല്ല കേട്ടോ. ഓലൊക്കെ അവിടെ ദേഷ്യം പിടിച്ച് നിൽക്കുകയാണ്. വണ്ടിന്റെ ചാവി കാണാനല്ല. അപ്പൊ നോക്കിയപ്പോ വണ്ടിന്റെ ചാവിയും കൊണ്ട് നമ്മളെ വണ്ടിന്റെ ഓണർ വണ്ടിയുടെ ചാവിയും കൊണ്ട് പോയിക്കണ്. കള്ള ഇബിലീസ്. ഞാനതിനൊക്കെ വർത്താനം പറയല്. രാവിലെ പോകാനുള്ള പരിപാടി ഗൈസ്. അപ്പൊ മാനൊക്കെ ഒന്ന് ഉണ്ട് കേട്ടോ ട്രിപ്പില്. പക്ഷെ മാന് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം ഓന്റെ ഇപ്പട് പോരണേ ഇപ്പട് പോരണ. ഓലേ കുഞ്ഞോളെ, ഞാൻ ട്രിപ്പ് പോകുമ്പോഴേ ഓലെന്താ പറയല്? ഓലെന്താ പൊതുവെ പറയല് ഞാനാണ് ട്രിപ്പ് പോകാത്ത, ഞാനാണ് ട്രിപ്പ് മുടക്കല് ഒക്കെ പറയുന്ന ആൾക്കാർ. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ ആരാ മുടക്കിയേ? നാളെ പോയിക്കോളി. ജുജാളാരിയല്ലേ? ഞാൻ വിളിച്ചിരുന്നിട്ടോ. പെരീക്കോകാതെ നിന്നില്ലേ? ഞാൻ പറഞ്ഞ സെറ്റ് ആക്കി കൊടുത്തു. വണ്ടി എല്ലാം റെഡി ആയപ്പോ പിന്നെ ഓന് കുഞ്ഞോളും കുട്ടികളും ഉമ്മയും ബാപ്പയൊക്കെ മാറ്റി. അത് മതിയാ, ഫാമിലി കഴിഞ്ഞിട്ടല്ലേ ഉള്ളു. അല്ല ആയിക്കോട്ടെ. ഓനേ ഓന്റെ ചേളാരി അയക്കൂല. ഓക്ക് കുട്ടിക്ക് ക്ലാസ് ഉണ്ട്, എന്നിട്ട് പോകുന്നില്ല. പെണ്ണുങ്ങളെ പേടി, പെണ്ണുങ്ങളെ പേടി, പെണ്ണുങ്ങളെ പേടി. ഞാൻ ചാവി വണ്ടിയിൽ ഉണ്ടാവും കരുതിക്കണേ. അതുകൊണ്ട് ഞാനോട് ചോദിച്ചാൽ പൊതുവെ നമ്മളൊക്കെ വണ്ടിയിലാണ് വെക്കലാണ്. അപ്പൊ ഒരാൾക്ക്
ഇജ അടുത്ത് പോക്കറ്റിലിട്ട് പോകുന്നില്ല ഞാൻ കരുതിയിട്ടില്ലല്ലോ. ഓക്കെ എന്നാ ലഗേജ് വെക്കാൻ അതിൽ സ്പീക്കർ ഉണ്ട് അല്ലേ? ഊരാൻ പറ്റുമോ? അതെങ്ങനെ? അങ്ങനെ ഗായ്സ് നമ്മൾ തറവാട്ടിൽ എത്തിയിരിക്കുകയാണ്. പിന്നെ ഒരു മൈക്ക് എവിടെ? സോനിയോ എന്നോടൊരു കാര്യം പറയട്ടെ. പോണത് മൈക്കിൽ വിളിച്ചറിയാളാണ്. മൈക്കിൽ വിളിച്ചറിയാണ്. എന്നോടൊരു കാര്യം പറയണേ, സ്കൂളില്ലാത്ത ഇന്നോട് ചോദിച്ചാതെ ടൂറും മകടി പറഞ്ഞാണ് പോയാണ്ടല്ലോ. എന്താണ് കപ്പിൾസ് ട്രിപ്പ് അല്ലേ പ്ലാൻ ചെയ്തത്? പെട്ടെന്നല്ലേ ഫാമിലി ആയത്. എന്ത് അതിന് മാന്റെ എന്ത് അഭിമാനം പണയം വെച്ച് കാണുന്ന നിക്കരുത്. അഭിമാനം പണയം വെച്ച് ക്യാമറ വെറുതെ തരും ഞാൻ. വെറുതെ നടന്നേ വാങ്ങിക്കാ കേട്ടോ. 10 രൂപയിലെ മാസം അങ്ങനല്ല കഴിഞ്ഞിട്ട് കടയിക്ക് വരണോ? എന്നിട്ട് സകല പെണ്ണുങ്ങളെ മേക്കപ്പ് ചെയ്യാൻ പോകുമ്പോ ഒപ്പം പോകുമ്പോണ് അല്ലേ? അങ്ങനെയല്ല കടയില് അടിച്ചേരി നടക്കുക. അയലാറല്ലേ? എനിക്ക് ഏതാ വേണ്ടി? ഇപ്പൊ പറ, എനിക്ക് ഏത് ഡ്യൂട്ടിയാ വേണ്ടേ? ഇപ്പൊ പറയേ. നോക്കലാണോ വേണ്ടത്? കടിയിൽ അടിച്ചൊരു തുറക്കലാണോ? എന്ത് കുട്ടികളെ നോക്കലാണോ വേണ്ടത്? കടിയിൽ അടിച്ചൊരു തുറക്കലാണോ വേണ്ടത്? ക്യാമറമാനാണോ വേണ്ടത്? ഇതുവരെ കഴിഞ്ഞിട്ടില്ലല്ലോ. ചെയ്യണ പെരീത്ത പണി അതല്ലേ ഞങ്ങളൊന്ന് ഉറങ്ങി. അതല്ല ഞാൻ വേറെ ഓടി. ഇതിപ്പോ മറ്റേ ചങ്ങായി നേരം പോയിക്കൊണ്ട് കഴിച്ചില്ലായി. ഏത് വണ്ടി ചാവി അങ്ങോട്ട് ഇങ്ങോട്ട് മാറിപ്പോയാണല്ലോ. അല്ലെങ്കിൽ ഞങ്ങൾ 1 മണിക്ക് മാറ്റുന്നേ. ഇപ്പൊ 4 മണിക്ക് ആ ചങ്ങായി വന്നോണ്ട് 4 മണിക്ക് വെയിറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നിട്ടുള്ളൂ. അതല്ലായിരുന്നു ഇപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ നേരം പോയി. അല്ലാന്നുണ്ടെ പിന്നെ അപ്പൊ സോനു കൊണ്ടുപോകില്ല. രാവിലെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ എത്താനയക്കണം. മഞ്ചേരിക്ക് എത്തിക്കണ അറിഞ്ഞോണ്ടാണ്. കുഞ്ഞോളെ കട്ടിങ് മാതിരി വരുന്നുണ്ടോ? കുഞ്ഞോളെ മൊബൈൽ കേടന്നു 3 മാസത്തിന്. ഓളെ യൂട്യൂബില് 5000 അപ്പൊ എന്തായി ഇപ്പൊ ഓളെ മൊബൈലിന്റെ ഡിസ്പ്ലേ പോയി. അത് പറ്റ പോയിട്ട് മാറ്റിയാ മതി. ഒന്നും തൊടാനും പറ്റൂല. ഫോൺ എടുക്ക്. അത് 2 സ്വിച്ച് നോക്കി ശരിയാവും. രണ്ടും 4 അതൊക്കെ കഴിഞ്ഞിട്ടാണ് ചിഞ്ചോ ഞങ്ങളിവിടെ നിക്കുന്നത്. അല്ല ബാക്കി അടിച്ചോ വെള്ളം കൂടെ അടിച്ചോയിക്കോട്ടെ. ഞാനൊരട്ടം പോയി. എന്നിട്ട് ഞാൻ അതിലേ ഡിക്കി സ്പേസ് ഇല്ല. അപ്പൊ നിങ്ങൾക്ക് ഇത് വെക്കണമെന്നുണ്ട്. അതിൽ വലിയൊരു സബ് ഉണ്ട്. അത് എടുത്തുകൊണ്ട് അയച്ചാല് ഇപ്പൊ സ്ക്രൂ ഡ്രൈവർ സബ് അയച്ചേക്കാൻ പറഞ്ഞതാണ്. ലഗേജ് വെക്കണില്ല. അല്ല നിങ്ങളിപ്പോ ചായ സൽക്കരിച്ച് കുത്തിരിക്കാം. അടുത്ത് കുടിച്ചു വർത്താനം. 1:30 പോണം പറഞ്ഞല്ലേ? കളറല്ലേ? 1:30 പിന്നെ പോണെന്ന് പറഞ്ഞിരുന്നു. പിന്നെ ഞാനപ്പ മാറ്റിക്കല്ലോ. ഇത് പിന്നെ രാത്രി എത്താൻ രാവിലെ വെക്കേറ്റും ചെയ്യണം. അതാണ് ഇപ്പൊ ഉള്ളത്. അതില് പിന്നെ ഇപ്പൊ ചായ ഉണ്ടാക്കി തരാൻ പറഞ്ഞു. നിസ്കരിച്ചാലൊക്കെ ഒന്നും ഉണ്ടാക്കിങ്ങാണ്ട് നിസ്കാർപ്പായിൽ നിന്നൊക്കെ ബാങ്ക് കൊടുക്കണത്. അല്ല ഓനെ കാത്തുനിന്നില്ലല്ലോ. ഒരു എനക്ക് ഉണ്ട് 5000 35,000 ഈ ദിവസം വരെ കിട്ടൂന്ന് പറഞ്ഞു. എന്ത് 5000 കൊടുക്കണേ? 50,000 എനിക്ക് എപ്പോഴും റിസൈൻ ചെയ്യാൻ പറ്റുന്ന ജോലിയാട്ടത്. റിസൈൻ ചെയ്താൽ ബാക്കി ശമ്പളം കിട്ടൂല. പക്ക ജോലി പൈസക്കുള്ള ജോലിയാണ്, പ്രൊഫഷണൽ ആയിട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ക്യാമറമാൻ എന്ന് പറഞ്ഞാൽ വെറുതെ എന്തെങ്കിലും ഒരു ക്യാമറമാൻ അല്ല നമുക്ക് വേണ്ടേ. എന്തോ ആരാണ് എടാ കയ്യൊക്കെ എടുത്താളേ. അടുത്തിലോ? അടുത്ത ട്രിപ്പിലോ? എന്താണ് വല്യമാക്ക് എന്താണ് പ്രശ്നം? എന്താ വേഗം പോരുന്നുണ്ടെങ്കില്? അല്ല എന്നെ എന്നിട്ട് ഇങ്ങനെ ഞങ്ങളാ ഡയലോഗും ഫോമുലൊക്കെ കണ്ടാലേ ഞങ്ങള് പിന്നെ തന്നെ പിന്നെ അതിങ്ങനെ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുത്തച്ചു, കഴിച്ചിട്ടു, പിന്നെ ഇട്ടു. ഇങ്ങനെയാണെങ്കിൽ പോരൂല. ഇവിടെ ആർക്കും കുയിന്ത് അറിയാണ്ട് പോരൂലെന്നൊന്നും പറയില്ല.
ഇപ്പൊ എന്താണ് സ്പീക്കർ ഇവിടെ കണക്ട് ആക്കുക? ഏത് സബ് ഇവിടെ കണക്ട് ആക്കാണ് വെച്ചത് ഈ നൂരിയത്. ഇതേ നിങ്ങളെ സീറ്റിൽ കയറി ഇരുന്നിട്ട് ഉള്ളിൽ കൂടെ വെച്ചാൽ മതി. ഇപ്പൊ ഇവിടെ കയറിക്കാണേ എല്ലാവരും. എടാ അവിടെ പോയിക്കാണേ. ഈ സീറ്റ് കടത്തേണ്ടി വരുമല്ലോ ബാക്കിക്ക് പോണെങ്കിൽ. അത് ഇത് ആയി കൊടുത്ത സീറ്റ് മടക്കി കൊടുത്ത വല്യമാക്കൊക്കെ കയറാൻ ഒക്കെ ശരിയായി തരാം. ഇല്ല ഇബ്രാഹിം ഒക്കെ മാറുന്നു. അത്ര തന്നെ നോക്കുണ്ടാവും. അടുത്ത ചളി ഇതിപ്പോ എവിടെ അവിടെ ലോക്കായി നിക്കണില്ലല്ലോ. ബാക്കൊക്കെ പോകുന്നു. നിങ്ങളേ വല്യമ്മ കയറിക്കാണി. വല്യമ്മ കയറോ ആദ്യം. തലോട്ട് എന്താണ് വല്യമ്മ? എന്താണ് ഈ ഒരവസരത്തിൽ പുകാൻ പോവുക? ഈ ഒരവസരത്തിൽ പുകാൻ പോകുന്ന വല്യമ്മ? അത് ഓൻ മുട്ട ഒന്നായിട്ട് ഇതാവും. അവിടെ പൊടിച്ചാണ് സീറ്റോന്. ഹാൻഡ് ബ്രേക്ക് ഒന്നിച്ചിട്ടില്ലേ? ബാക്ക് പോയി ഇങ്ങോട്ട് കുത്തിർന്നീനേ വലിയ ആളെ ഇങ്ങോട്ട്. ഗിയറിൽ തന്നെയാണിത്. ഗിയറില അപ്പൊ ഇത് ഹാൻഡ് ബ്രേക്ക് വലിയ പവർ ഇല്ല കേട്ടോ. ആരും ബാക്കിലില്ലല്ലോ? ബാക്കിലുണ്ടോ ആരെങ്കിലും? അല്ല ആരെങ്കിലും ഉണ്ടോ ബാക്കില്? ഹാൻഡ് ബ്രേക്ക് ഉണ്ടോ നോക്കാണ്. ഓക്കെ അല്ലേ? അപ്പൊ പോണ വണ്ടിന്റെ ബാക്കിൽ ചെന്ന് സ്വന്തം നല്ല നല്ല കണ്ടന്റ് വരുമ്പോ ആക്കെ ഫോണൊക്കെ എടുത്ത് വെച്ചാൽ അങ്ങനെ ആട്ടിയാൽ മതി, ഇങ്ങനെ ആട്ടിയാൽ മതി. എന്നാ നീ കയറി കോട്ടെ. ആർക്കാണ് അവിടെ നിങ്ങോട്ട് മാറിക്കോ. ഓല് ബാക്കിൽ കുറച്ച് കുട്ടികൾ പൊയ്ക്കോട്ടെ. ഓല് മടിയിൽ ഇരിക്കണ്ടേ. അല്ലാതെ നടുവിലായാലും അങ്ങനെ തന്നെയല്ലേ. അത് അതേമാതിരി അവിടെ ഇരുത്താം. എന്തേ ആകെ സെറ്റാ. നിങ്ങളെ ഗ്യാപ്പ് എടുത്താണ്. സോനുവിനുള്ള ഗ്യാപ്പ് എടുത്താണ്. കാര്യക്ക സോനു ഒക്കെ ഞാൻ ശരിയായി തരേ. ഓക്കെ അല്ലേ? ഇത് ചെയ്യാട്ടോ. അവിടെ സെറ്റായില്ല എല്ലാരും? ഞമ്മ ആ തലക്ക കൂടെ പോയിട്ട് ആ സീറ്റ് കയറി കുത്തുന്നതാണ്. ചോറൊക്കെ എടുത്തു നിങ്ങള്. വല്യമ്മക്ക് എന്ത് വെറും ചോറോ? എന്തിനാണ് ശരിയാക്കണേ? ഇതിനെന്താണ് കയ്യിലേ? ഇമ്മ കേറിമ്മ
ഈ നായ എവിടെ? ഉള്ളിൽ കൂടെ കൊടുക്കണ ഉള്ളിൽ കൂടെ അത് ഡിക്കി വന്നിച്ചാ കഴിയൂല. മൂന്നാൾ പോയ തലക്കിനിട്ടാ മതി. ഞാൻ നിങ്ങൾക്ക് അവിടെ അല്ലാതെ തന്നെ ഇരിക്കാനാണ് അത് ഉണ്ടാക്കി വെച്ചത്. തന്നെ അതൊന്നിനും ഉറങ്ങാമല്ലോ. എനിക്കായിരിക്കും മടിയിലെത്തിക്കളാട്ടെ ജിബ്രാനെ. അത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇതാക്കി എന്നാ ഒരു തലക്കണി എടുത്താ ആ ഒരു തലക്കണി എടുത്തോ. അല്ല ഓക്കി ഇരിക്കാനാണ്. ആ അതെടുക്കാം. അടിയിൽ അത് കാട്ടിപ്പാ. എന്താ കുഞ്ഞോളെ പറഞ്ഞേ? അമ്മ ഇവിടെ തൽക്കണി വക്കലുണ്ട് പറയമ്മ. തോട്ടലില്ലേ കാട്ടിട്ടുണ്ടോ? എന്തോ ഒരു പേടി പേടിച്ചു പറയാ. എന്തിന് വണ്ടി വേക്കൊക്കെ വന്നിട്ടേ പേടിക്കരുത് കേട്ടോ. ഞാനല്ലേ ഇതുണ്ടായതുകൊണ്ട് ഡ്രൈവർ സീറ്റ് ഓൺ ആക്കിക്കണോ ഓഫ് ആക്കിക്കണോ. വല്യമാട ഓക്കെ അല്ലേ? ഇരിപ്പിടൊക്കെ സെറ്റല്ലേ ചിഞ്ചു? സെറ്റല്ലേ? ആ എ സി ഇല്ല നിങ്ങൾക്കല്ലേ? വല്യമാക്ക് കിട്ടൂല കേട്ടോ. നിങ്ങളവിടെ ബ്ലോക്ക് ചെയ്ത് എ സിന്റെ ഭാഗം. ഓക്കെ എന്ത് ആ ഇവിടെ ഈ ബസ് പോയിക്കോട്ടെ. ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. അവിടുന്ന് ഇരിക്കാനുള്ള ഒരു സാധനം ഉണ്ട്. അവിടെ ചെറുക്കന്മാരിക്കണം. അടുത്താണ് വണ്ടിക്ക് വെച്ചാൽ മതി. നല്ല നോക്കി എടുത്തോ. നല്ല നോക്കി എടുത്ത് വാ. ഹാൻഡ് ബ്രേക്ക് ഇട്ടാണ്ടേ അജയ് ഓഫ് ആക്കിയാണ്ടേ എന്തായാലും നമ്മൾ ഇറങ്ങണ്ടേ പോലെ. അപ്പൊ കേസ് നമ്മള് ഈ സാധനേ അവിടെ വണ്ടിയിൽ ഉണ്ടായിരുന്ന സാധനം എടുത്തുകാണ്ട് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നിക്കണല്ലേ നിങ്ങളെ. ഇരിപ്പിടം കണ്ടില്ല നിങ്ങള്? അതേപോലെ കുഞ്ഞോക്ക് ചാരാനൊക്കെ സാധനം ഒക്കെ ബസ് സ്റ്റോപ്പിൽ നിന്ന് എടുത്താട്ടോ. വല്യമാക്ക് അതിന് എ സി തണുത്തിട്ടല്ല, ഇതിൽ എ സി ഇട്ടു എന്ന് പറഞ്ഞ വല്യമാക്ക് ഇറങ്ങിയാറാ. കഴിഞ്ഞ ഊട്ടിക്കോയെന്നേ എ സി ഓഫ് ആക്കിക്കാന്ന് പറഞ്ഞ വലിയൊരു ലൈറ്റ് ഉണ്ടായില്ലേ മേലെ നമ്മളാ നിന്ന റൂമില്. തറവാടെത്തിക്കണേ ഏതായാലും. വല്യമ്മ തണുപ്പിനിടാനുള്ള എന്തെങ്കിലും എടുത്തിക്കണ നിങ്ങള്? നാളെ ഒരു കോട്ടൊക്കെ വാങ്ങിച്ചു നിങ്ങൾക്ക് ഊട്ടിക്കോയല്ലേ? എടുത്തിട്ടില്ലേ? ആ നിങ്ങൾ എടുത്തിട്ടില്ലേ? അവിടുന്ന് പുതിയ എടുത്തോണ്ടിട്ടോ. ആ മതി പർദ്ദ. നല്ല ഇസ്ലാമിക തണുപ്പിന് വല്ല വസ്ത്രമാണ്. ആർക്കടങ്ങേറില്ലേ? അങ്ങനെ ഗായ്സ് നമ്മൾ ആറാ റോട്ടിൽ പോണേ. അവിടെ പോയിരുന്നാണേ മാറിക്കേ ഇബ്രാഹിമേ. ഇനി മുൻ അവിടെ തന്നെ ബാക്കിലൊരു സാധനം നിൽക്കാണ്ട് അവിടെ അല്ലോ അബ്ബടേനെ. ആ ഓക്കെ. വല്യമ്മ ഇറങ്ങണില്ലല്ലോ? വല്യമ്മക്കാണ്ട് കൊടുക്കേ.
നിങ്ങൾ ഇറങ്ങണ്ടോ? അവിടെ നിന്നോളി, വെറുതെ കയറാനൊക്കെ ഇടങ്ങേറേക്കാരം. നിങ്ങൾക്ക് ഇവിടെ കൊണ്ടുവന്നേരേ ചായയും കടിയൊക്കെ എന്താ നിങ്ങൾക്ക് വേണ്ടി പറ. ഈ കയറി ഇറങ്ങല് റിസ്ക് ആണ്, പിന്നെ തണുപ്പും ഉണ്ടാവില്ല. ഇപ്പൊ AC ഓഫ് ആക്കി, നല്ല ചൂടുണ്ടാവും. ഓക്കെ, ഞാൻ ഇറങ്ങണമെങ്കിൽ ഇറങ്ങുകയും ചെയ്തോളിട്ടോ. ഞാൻ ഇങ്ങക്ക് ഈ കയറി ഇറങ്ങല് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞോണ്ടാണ്. അതല്ല കുഞ്ഞോളെ, വല്യമാനെ നമ്മള് വല്യമാക്ക് ചെലപ്പോ നിർത്തണമെന്നുണ്ടെങ്കിൽ ഇറങ്ങണതാണ് സുഖം. സെറ്റായി കൊടുത്തിട്ടുണ്ട്. ഞാൻ എന്താ അറിയോ, നമ്മളൊക്കെ പറഞ്ഞ് ഇറങ്ങണത് എന്താ വെച്ചാല് ചൂടിൻ്റെതാണ്. വല്യമാക്ക് ചൂടാ ഇഷ്ടം. ഓക്കെ, എന്താ ചായക്ക് എന്താ കടി എന്താ വേണ്ടേ? വല്യമാനോട് വല്യമാക്ക് അവിടേക്ക് കൊടുക്കാം. വല്യമാക്ക് വേണ്ടി കൊണ്ടേ കൊടുത്താണ് ഫസ്റ്റ്. ഏത് ആ പോയി ചോദിച്ചു. എന്താ വേണ്ടിച്ച് പറഞ്ഞു. അത് രസമുണ്ടാവും. പോക്കറ്റ് ഷവർമ അല്ല, 2 നീ അരിക്ക വേണ്ട വെച്ചാ പറഞ്ഞല്ലോ. സമൂസ അല്ലേ ഇവിടെ? സമൂസ ഇബ്രോന് മുട്ട ബജ്ജി ആയിക്കോ വേണ്ട? ഫ്ലവറാ? കുഴപ്പമില്ല. എങ്ങനെ വല്യമാക്ക്? വെള്ളച്ചായ പിരിപിരി ആയി. അൽഫാം ഫുള്ള് പിരിപിരി ആയി. വല്യമാക്ക് എന്താണ് വെള്ളച്ചായ? ഒരു വെള്ളച്ചായ. ആ എന്താണ്? ഇല്ല ഇല്ല ഇല്ല, ചായ അടിച്ചാണ് ആയിരിക്കണത്. റൈസ് ബട്ടർ നാൻ ഉണ്ടോ? ചോറ് കേടരും അവിടേക്ക് എത്തുമ്പോൾ. പൊറോട്ട അല്ല? എന്താണ് നിങ്ങൾക്ക് എന്താ വേണ്ടേ? ഷവർമയാണോ വേണ്ട? ഐസ്ക്രീമാണോ വേണ്ടേ? എന്ത് സിപ്പപ്പോ? വേണ്ട. സനുവ മൈക്ക് എവിടെടാ? അതൊന്നുമില്ല. ഇത് വേണോ? ചോക്ലേറ്റാ? അത് ഇതൊന്നുമില്ല. ഒന്നിനൊന്നും എടുത്ത് തരും. ചോക്ലേറ്റ്. ചോക്ലേറ്റ് വേണോ മാംഗോ ആണോ? ഓ പിടിക്കാതെ ഒരൊറ്റ ഞാനോടാ. അങ്ങനെ ഏതാണ്ട് ഇതിനകത്ത് ചോക്ലേറ്റ് ആണോ മാംഗോ ആണോ? ജിബ്രാൻ ചോക്ലേറ്റ് ആണോ മാംഗോ ആണോ? പോയിക്കാണേ. സത്യം പറയാൻ എല്ലാവർക്കും മാംഗോ ആണ്. എന്ത് ഇവിടെ തന്നെ നിന്നിട്ട് വിട്ടാൽ മതി. ആ കവറൊക്കെ പൊട്ടിച്ചു കൊടുത്താൽ മതി. അനക്കാക്കുൻ്റെ അടുത്തേക്ക് കൊണ്ട് ചെല്ലി. ആ സോനുനെന്താ വെള്ളച്ചായ എത്ര പറഞ്ഞ ബൈ? 4. ആ അനു ഈ ചായ കുട്ടികൾക്ക് എടുത്തു കൊടുത്താ. അതുപോലെ പറഞ്ഞില്ലേ, അത് പിന്നെ ഐസ് വേണം പറഞ്ഞു. അല്ല ഞാൻ കുറച്ച് ചായപ്പൊടി ഇട്ടാണ് ചായ വെക്കണോ? ഇത് ചായ വെക്കാൻ പറ്റും?
टी पाउडर डालेगा तो बच्चा पूरा आइसक्रीम ഐസ് അപ്പൊ ഗൈസ് കുട്ടികളൊക്കെ ഫുൾ ഐസ്ക്രീമാണ് എടുത്തത്. ഐസ്ക്രീമിൽ ഐസ് എടുത്തു. ചായ ഒലിക്ക് വെള്ളച്ചായ പറയുന്നത്. അപ്പൊ നമ്മളെ പ്ലാൻ എന്താ വെച്ചാൽ നമ്മള് ആ വെള്ളച്ചായക്ക് കുറച്ച് ചായപ്പൊടി ഇട്ടുകാണ്ട് പാൽ ചായ ആക്കി മാറ്റാനുള്ള പരിപാടിയാണ്. ആർക്കൊക്കെ പഴംപൊരിയാണോ? ഇനി ഇബ്രാഹിം ഇനി ചോദിച്ചതൊക്കെ വലിയോലോടാട്ടോ ചോദിച്ചത്. അല്ലേ ഞാൻ പറയേ ഇനി ചോദിച്ചതൊക്കെ വലിയോലോടാണ് ചോദിച്ചത്. जूसो भाई जूस है कौन सा एक जूसा है पाइनएप्पल हाँ एक पाइनएप्पल जूस इनका स्ट्रॉन्ग चाय हाँ एक इनका എന്താണ് हाँ 4 चाय है ना उधर ये भी दे दो 1 2 3 4 और एक भी स्ट्रॉन्ग चाय भी दे दो एक पाइनएप्पल जूस भी है हाँ टोटल 5 चाय അവിടെ ഒരു ഭാഗത്തിരുന്നാണ് പോയിട്ട് ഒരു ഭാഗത്തിരി ആ ഞാൻ കൊണ്ടേ കൊടുത്തോണ്ട് അവിടെ കൊടുത്തോ വല്യമാക്ക് ഏതാ ചായ പറഞ്ഞേ ലൈക്കും കമന്റൊക്കെ അടിക്കണില്ലേ ഇവിടെ 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 തന്നെ കണ്ടാന്ന് പറഞ്ഞു ലൈക്കും കമന്റൊക്കെ അടിക്കട്ടോ നമ്മളെ ഫോളോവർ ഉണ്ടോ കാണുന്ന ചായ എടുക്കണോ മകന്റെ കടി അതല്ല ഇപ്പൊ തിന്ന് കലത്തപ്പോ ചിഞ്ചുനോ ഞങ്ങളിപ്പോ ചിക്കൻ കോട് പറഞ്ഞു നിങ്ങളുടെ കഴിഞ്ഞു കേട്ടോ അപ്പൊ ഒരു പ്ലേറ്റ് ഉള്ളത് എല്ലാം അതിലൊരു ചായ വല്യമ്മ കൊണ്ട് വെള്ളച്ചായ 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 അത് 5 എണ്ണം ഞമ്മക്കുള്ളത് 5 चाय बनाया ना 4 चाय 5 चाय ना हाँ एक स्ट्रॉन्ग एक वाइट पहले वाला बनाया ना वाइट चाय वेल्ला चाय एक ये भी बनाओ ओके एक है आग മനസ്സിലേക്ക് ഫോൺ അടിച്ചു പിന്നെ എടുത്തിട്ടുണ്ട് एक पायंबरी दे दो കൽത്തപ്പം നമ്മളെ ഫാൻസാ കാണിച്ചു കൊടുക്കും ഇങ്ങനാട്ട് ഗൈസ് നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ആണോ നമുക്ക് എന്താ ഉണ്ട് ഇതെന്തെടുത്തോണ്ട് വീഡിയോ എടുത്തോണ്ടെന്നാ
ആ വല്യമ്മക്ക് ചായ കൊണ്ടേ കൊടുത്താണ്ട് അഭിപ്രായം ചോദിച്ചു പോന്നാ മൈക്ക് കൊണ്ട് പോയി കാണു പോയിക്കോ അല്ല ചായ കൊണ്ടേ കൊടുക്കുന്നുണ്ട് കൊണ്ടേ കൊടുത്തിക്കണേ ചായ അടിച്ചോ ഐസുള്ളവർക്ക് ചായ ഉണ്ടാവില്ല കേട്ടോ ഒരു ഐസിന്റെ പേര് ചായ അടിച്ചാല് പല ചായ അടിച്ചാണ് ഇപ്പൊ ഞാൻ ചായ ആക്കിയേക്കാണ് വെള്ളച്ചായ കുഴപ്പമില്ലല്ലോ വെള്ളച്ചായ മാറ്റിയാണ് ചായ ആക്കിച്ചാണ് ഞാൻ ഒരു ഒളിപ്പിച്ചു നിങ്ങളെ അതെ വല്യമ്മക്ക് വയസ്സായതിൻ്റെ ഒരു പ്രശ്നമുണ്ടോ വേറെ ഒന്നും തോന്നില്ല ഓക്കെ അപ്പൊ ഗൈസ് നല്ല മഴ കേട്ടോ അപ്പൊ അതിന് അവിടെ ഞങ്ങള് ഫുഡ് ഉണ്ടാക്കണം എന്നാ കരുതിനി അല്ലേ അവിടെ പോയിട്ട് അപ്പൊ ഇന്നിപ്പോ ഇന്നത്തെ ദിവസം ഇനി പോലെ ഇടങ്ങേറാക്കണ്ടെന്ന് കരുതി കാരണം ഞാൻ അവിടെ ഫുഡ് ഉണ്ടാക്കാൻ നിന്ന് അത് ഭയങ്കര ബുദ്ധിമുട്ടായിക്കാറ് അല്ലേ അപ്പൊ നമ്മള് ഫുഡ് ഒഴിവാക്കിയിട്ട് പിന്നെ ആർക്കും താല്പര്യം ഉണ്ടാവൂല ഫുഡൊന്നും ആ അപ്പൊ നമ്മളിന്ന് എന്താ പുറത്തുനിന്ന് പാർസൽ വാങ്ങിയിട്ട് ബ്രോസ്റ്റും കുറച്ച് അൽഫാമും വാങ്ങിയിട്ട് പോവാണ് എടാ ഇതിനായ അയിമ മാറുന്നത് അത് കറണ്ടാണ് ഇങ്ങോട്ട് മാറിയിട്ട് ഒരൊറ്റ ഐസ് നിന്റെ ക്ഷീണം തന്നെ മാറിയിട്ടില്ല കേട്ടോ എന്താ കുഞ്ഞോക്ക് എന്താ വേണം പറഞ്ഞ് കിട്ടിയില്ലേ പാമ്പേഴ്സ് കിട്ടിയില്ലേ നേന്ത്രപ്പഴം കിട്ടിയില്ലേ ഒക്കെ സെറ്റ് നേന്ത്രപ്പഴം മതിയാവൂലേ ടിഷക്കല്ലേ പിന്നെ വല്യമ്മയും ടിഷ് മാത്രമേ നേന്ത്രപ്പഴം നിന്നുണ്ടാവും എന്ത് ആ വല്യമ്മക്ക് വണ്ടിയിൽ നിന്നൊക്കെ വിശപ്പുണ്ടെങ്കിലേ അത് 2 കൊടുത്താൽ മതി അപ്പൊ വല്യമ്മ ഉണ്ടിട്ട് അതിൻ്റെ ഉള്ളില് നമ്മള് മഴ ആയതുകൊണ്ട് പിന്നെ വലിയൊരു വണ്ടി പിന്നെ വല്യമ്മക്ക് തണുപ്പ് ഇഷ്ടമല്ല വല്യമ്മ അവിടെ തന്നെ നിന്നാണ് സോനുവിന് ചായയും കടിയൊക്കെ കിട്ടിയില്ലടാ റാത്തല്ലേ സന്തോഷായി സെറ്റല്ലേ അവിടെ മറ്റേ ഇതൊക്കെ ഉണ്ടാവില്ലേ മിക്സി ഒക്കെ ഉണ്ടാവില്ലേ അരക്കാനാ അല്ലെങ്കിൽ ഒരു സെർലാക്ക് വാങ്ങിയാൽ മതി പോകുമ്പോ മിക്സി ഇല്ലെങ്കിൽ സെർലാക്ക് വാങ്ങണം അവിടെ ഇല്ലേനു പെരയിലില്ലേനു അത് കഴിഞ്ഞു നോക്കട്ടോ ചുടുവെള്ളം ഒഴിച്ചാ മതി അല്ലെ പിന്നെ കുത്തി ചതച്ചാ പോരെ പഴം അത് തുപ്പും വേവിച്ചു കൊടുക്കണേ എന്താണ് ഓനെ പൈസക്കാരാണോ ചോദിച്ചേ ആര് ഓന്റെ പിന്നെ ഭക്ഷണം കഴിച്ചിന് ഉച്ചക്ക് ചോദിച്ചാ ആ അതിനിപ്പോ എന്താണ് പൈസക്കാരല്ലേ പട്ടിണി കിടക്കല ആ അതല്ലേ എന്നാലും ഒപ്പല്ലോലും ഓനും ഒരേ മാതിരി ആകട്ടല്ലോ എല്ലാരും അങ്ങനെ ആകുമ്പോ ഒരു പ്രശ്നമൊന്നുമില്ല എന്ത് അപ്പൊ എന്റേത് ഇനി ഞാൻ കുട്ടിക്ക് അതിന്റെ ഉള്ളിലത്തെ പഴം അങ്ങനെ കൊടുക്കാരുത് ഇങ്ങനെ എടുത്ത് വെച്ചതേന് മഴയുണ്ടല്ലോ നല്ല മഴ കേട്ടോ ഗൈസ് അതായത് ഊട്ടിയിൽ ഈ ഒരു മഴ ഉണ്ടെങ്കിൽ രസമായിന് അല്ലേ കോടുണ്ടാവില്ല രസാണ് നമ്മൾ അന്ന് പോയ മാതിരി തന്നെ ഒരു ഇപ്പൊ നല്ലൊരു വൈബിളുള്ള ഏരിയ ഒക്കെ ഉണ്ട് അതിന്റെ സൈഡിൽ കൂടെ ഒക്കെ തേയിലത്തോട്ടത്തിന്റെ ഇടയിൽ തന്നെയാണ് ഇതും മഴ ഉണ്ടാലേ നടന്നു പോരേണ്ടി വരും കേട്ടോ വയനാടില്ലേ ബ്രാഞ്ച് വയനാടും ഉണ്ട് ഞങ്ങൾ പോയത് വയനാടാ സ്റ്റേലാണ് ജോയിന് എന്ന് പോയത് അത് ഫാമിലി ആയിട്ടാ പോയിന് ആ 4 ഫാമിലി 16 ഉറുപ്പ്യൻ്റെത് ഞങ്ങൾക്ക് 3 കൊല്ലം പോകാം 2 കൊല്ലം ഫ്രീ മൂന്നാറും ഉണ്ട് മൂന്നാറ് പിന്നെ ബാച്ചിലേഴ്സ് ആണ് പറഞ്ഞില്ലേ ഓന് ഫാമിലിന്റെ ഞങ്ങൾക്ക് ഇനി പോകാം എന്താണെന്നറിയോ ജനുവരിയിൽ പോകാം ജനുവരിയിൽ അത് നിങ്ങൾ 9,000 ആ ഒരു ഇതെടുത്തേക്കല്ലേ അതിന് ഇഫും ബലൊക്കെ പോയതല്ലേ ഫാമിലി ആയിട്ട് പോയ സംഭവല്ലേ ഷിഫു ആ ആ കോഫി ആ പിന്നെ ഹോർലിക്സ് ആ ബൂസ്റ്റ് ആ ജ്യൂസ് ആ ഷേക്ക് 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 ആ മതി മതി എന്ത് ടീച്ചേ നോളെ നെറ്റോണ്ടൊരു കുത്തല് വെച്ച പല്ല് ചോടുന്നത്
നമുക്ക് അമ്മമാന്റെ പ്ലാസ്റ്റിക്കിന്റെ പല്ലാണ് ഇത്, തിന്നാനുള്ളതല്ല. അമ്മമാന്റെ പ്ലാസ്റ്റിക്കിന്റെ പല്ലാണ്. വെറുതെ ഇടങ്ങേറുണ്ടാക്കല്ല കേട്ടോ. അല്ല ഓന്നിപ്പോ വരുവോ? അറിയില്ല, എവിടെ പോയിക്കണേ. ഇതന്നെയല്ലേ ആയിട്ടുണ്ടാവൂലേ? എവിടെ ആയിട്ടുണ്ടാവൂലേ? അത് തട്ടിയതല്ലേ? ആ വണ്ടി തട്ടിയതാണത്. മുന്നൊന്നായിട്ടും ബാക്ക് കുഴക്കല്ലേ, കോർക്കടക്കം. സംഗതി സാധാ ലെവലിൽ തന്നെ നിക്കണത് അതെ. ആ